സോ ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു. ദിസ് ഇസ് മീ ആൻഡ് എൻ്റെ റൂമൊക്കെ ഇന്ന് ഞാൻ ഇത്തിരി വൃത്തിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കമ്പ്യൂട്ടറും പ്രിൻ്ററും എൻ്റെ സ്റ്റഡി ടേബിളും ഇതങ്ങനെ ചുറ്റും കാണിച്ചുതരാം. ബാഗൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരിക്കുകയാണ്. ആൻഡ് ഞാനിതാ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നോട്ട്ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനിങ്ങനെ എക്കോ ഫ്രണ്ട്ലി ആണോന്ന് വേണോ ഇത് പോരെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി കുഴപ്പമില്ല, ഏതാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ വന്ന് കണ്ടു നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. റിയലി റീസൈക്ലിംഗ് മെത്തേഡ് റൈറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ എൻ്റെ സ്റ്റിക്കി നോട്ട് കഴിഞ്ഞ വർഷം തന്നെയാണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇതാണ് എൻ്റെ പുതിയ ബോട്ടിൽ കേട്ടോ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. പിന്നെ ഇതെൻ്റെ അക്കാഡമിക് വിഷൻ ബോർഡാണ്. പിന്നെ ഇതൊക്കെ അറിയാമല്ലോ, ഓരോരോ പണികളാണ്. കുറേ ബുക്കും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ എക്കോ ഫ്രണ്ട്ലി നോട്ട്ബുക്കിൻ്റെ ഉള്ളത്. സോ ഇതിൻ്റെ പൊളിറ്റിക്സിൻ്റെ നോട്ട്ബുക്കാണ്. അപ്പോൾ ടീച്ചർ ഒരു അസൈൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോൻസിലാണ് ചേർന്നത്, പാലക്കാട്. സോ സ്കൂളൊക്കെ അത്യാവശ്യം അടിപൊളിയൊക്കെയാണ്. കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടി. പിന്നെ ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടൊക്കെ 2 days ആയിട്ടുള്ളൂ. പിന്നെ ഇതാ എൻ്റെ മിനി നോട്ട്ബുക്ക്. അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് ആക്ച്വലി പറയാൻ. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. വെറുതെ ഒരു ഭംഗിക്കൊരു ഫ്രെയിം പോലെ നൈറ്റും സൺസെറ്റൊക്കെ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ അവിടെ ഹ്യൂമാനിറ്റീസ് ക്ലാസ് ഞാൻ H1B ആണ്. സോ ക്ലാസ്സൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ സന്തോഷ് സാറാണ്. അപ്പോൾ ആളൊക്കെ അത്യാവശ്യം നല്ല വൈബൊക്കെയാണ്. കുറച്ച് ടീച്ചേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ ഇതൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെക്കണം. അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര മിസ്പ്ലേസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല. അപ്പോൾ എല്ലാം അതിൻ്റേതായ പ്ലേസിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കുക പറഞ്ഞിട്ടാണ്. എന്നിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. നമുക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ട്. സോ മൺഡേ മുതൽ റെഗുലർ ക്ലാസ്സസ് ആയിരിക്കും. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല. സോ ഒരു ഗയ പബ്ലിക്കേഷൻസിൻ്റെ ഒരു ടെക്സ്റ്റാണ് ടീച്ചേഴ്സ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. അതിനകത്ത് എല്ലാം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് എടുക്കുന്നത്. അതൊക്കെ വാങ്ങണം. സോ ഇവിടേക്ക് ഒന്ന് നീറ്റാക്കി വെക്കുകയാണ് ഞാൻ. പിന്നെ ഇത് ഈ കാണുന്നതാണ് ഞാൻ ഉണ്ടാക്കിയത്. സ്റ്റോണിൻ്റെ സംഭവം വെച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ട്. സോ എല്ലാം റെഡിയാണ്. ഈ ലാപ്ടോപ്പ് കൂടി ഇന്ന് എടുത്ത് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം സെറ്റ്. എന്നിട്ടാണ് നമുക്കിരുന്ന് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതാൻ, ടൈം ടേബിളൊക്കെ നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒട്ടിക്കാനോ ഒക്കെ. അപ്പോൾ ആ ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ നോട്ട്ബുക്ക്. സോ ഒരു പേപ്പറൊക്കെ കീറി എടുത്തിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് 6 സബ്ജക്റ്റുകളെങ്കിലും അറിയാമല്ലോ, 7 പീരീഡാണുള്ളത്. സോ റിപ്പീറ്റേഷനൊക്കെ ഉള്ള +1 അങ്ങനെ തന്നെയാണല്ലോ യൂഷ്വലി. സോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ടൈം ടേബിളും. അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കണം. ഫൈനൽ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് നേരങ്ങൾക്ക് ശേഷം സ്കൂൾ ടൈം ടേബിൾ ഫൈനലി റെഡി ആയിട്ടുണ്ട്. സോ ഇതിനി എവിടെ വെക്കണം എന്നാണ്. ഇവിടെ വെച്ചാൽ മതി, അത് ഇങ്ങോട്ട് വെക്കണോ അങ്ങോട്ട് വെക്കണോ എന്ന് കൺഫ്യൂഷനാണ്. ആൻഡ് ഇവിടെ മതി. ഓക്കെ, ഇനി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് എടുത്ത് കത്രിക എടുത്ത് 4 കഷ്ണമാക്കിയിട്ടാണ് കേട്ടോ വെക്കണം. അപ്പോൾ ഈ 4 സൈഡിലാക്കിയിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു പ്ലേസ്. സോ അവിടെ വെക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ നമ്മുടെ ടൈം ടേബിളിൻ്റെ. പിന്നെ ഈ റെഡ് ലൈൻസ് ഞാൻ ഇട്ടിട്ടുണ്ടില്ലേ, ഇതൊക്കെ ബ്രേക്കാണ്. സോ 2 പീരീഡ് കഴിയുമ്പോൾ ബ്രേക്ക് ഉണ്ട്. ഇതിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളത് PT പീരീഡാണ്. പിന്നെ ഇത് എൻ്റെ നോട്ട്ബുക്കിൻ്റെ ബാക്കിൽ ഓരോന്ന് എഴുതി കുട്ടിയതൊക്കെ ഉണ്ട്. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്കപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പെറുക്കി എടുത്ത് വയ്ക്കാം. ഓക്കെ, ഇത് എല്ലാം എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ച് വയ്ക്കാൻ സിസേഴ്സും ഡബിൾ സൈഡ് ടേപ്പും അതേപോലെ തന്നെ ഫോൺ സ്റ്റാൻഡ്, റബ്ബർ കുറേ ഉണ്ട് കേട്ടോ. ഒരു 3-4 റബ്ബറുണ്ട്. ഇത് എൻ്റെ അനിയൻ്റെ കൂടിയിട്ടാണ്. പിന്നെ ഇത് പെൻപോട്ടൊക്കെ അതായത് സ്ഥലത്ത് വയ്ക്കുക. പെൻപോട്ടിൽ കുറേ സാധനങ്ങൾ മിസ്സിങ് ആണ്. സ്കെയിലൊക്കെ എവിടെയാണ് കിടക്കണമെന്ന് ആദ്യം ഇതൊക്കെ എടുക്കണം. ഇനിയിപ്പോൾ അത് കാണാണ്ടായോ, പുതിയത് വാങ്ങണോ എന്നൊക്കെ നോക്കണം. പിന്നെ ഇതെൻ്റെ നോട്ട് പാഡാണ്. അതിൻ്റെ പിന്നാലെ നമ്മളിപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കിയത് അതിൻ്റെ ബാക്കി പേപ്പറാണ്. ഇത് വാച്ചും പിന്നെ എൻ്റെ സ്റ്റിക്കി നോട്ടും നോട്ട് പാഡും മിനി ബുക്കും എല്ലാം കൂടിയിട്ട് ഒരു ബാത്തിക്ക് വെച്ചിട്ടുണ്ട്. ഇനി റൈസറൊക്കെ ഒന്ന് അടുക്കി പെടുക്കി വെക്കണം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതോടെ നമ്മുടെ ഇവിടുത്തെ സ്റ്റഡി
ടേബിൾ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ ഇതാ എൻ്റെ വാട്ടർ ബോട്ടിലിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. സോ ടാറ്റാ ബൈ.